ഇന്നത്തെ CNS ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കണ്ടു ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഒക്കെ നടക്കുന്നത് അല്ലേ? ഒക്കെ നല്ല കാര്യമാണ്, എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് നല്ല കാര്യങ്ങളാണെന്ന് പറയാൻ മാത്രം ആരും ശ്രമിക്കാറില്ല. ഞാനിപ്പോൾ പാർട്ടിപരമായിട്ട് പറയുന്നൊന്നുമല്ല. ഞാനൊക്കെ ഒരു കുറച്ച് കൊല്ലങ്ങൾ മുന്നേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഹെൽത്ത് സെൻ്ററുകളുണ്ടല്ലോ, ഹെൽത്ത് സെൻ്ററിൽ പോകുമ്പോൾ അവിടെ നല്ലൊരു കെട്ടിടം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ചെന്നാൽ മരുന്നുകളുണ്ടായിരുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരുടെ പെരുമാറ്റം മോശമായിരുന്നു. അതെല്ലാമായിരുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ ഹോസ്പിറ്റലുകളിൽ ടോക്കൺ നമ്പർ 200 വരെ വരുന്നത്. ഒരു ഗ്രാമത്തിലെ ഹോസ്പിറ്റലിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ, അല്ലാണ്ട് ടൗണിലൊന്നല്ലേ. ഇന്നിപ്പോൾ ആ ഹോസ്പിറ്റലിൽ ടോക്കൺ നമ്പർ 200 വരെ വരുന്നത്. പണ്ട് ആ ഹോസ്പിറ്റലിൽ പോകാൻ ആൾക്കാർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം വേണ്ടത്ര മരുന്നുകളില്ല, ഡോക്ടർമാരില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ആരോഗ്യരംഗം വിജയിച്ചു. വളരെയധികം പുരോഗതിയിലേക്ക് എത്തി ആരോഗ്യരംഗം. ഇന്നിപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആദ്യം ആൾക്കാർ ഓടിച്ചെല്ലും ആ ഹോസ്പിറ്റലുകളിലേക്ക്. അന്ന് പൈസ ഉണ്ടായിരുന്ന ആൾക്കാരൊന്നും തീരെ വരില്ലായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലേക്ക്. കാരണം അവർക്ക് പൈസ ഉണ്ട്, പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് മോശമാണെന്ന് അവർക്ക് അറിയായിരുന്നു. അന്ന് അവർക്ക് പൈസ ഉള്ളപ്പോൾ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോവുമായിരുന്നു. ഇന്ന് എന്ന് പറഞ്ഞാൽ അന്ന് പാവപ്പെട്ട ജനങ്ങളാണെങ്കിൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിനാണ് ആശ്രയിച്ചിരുന്നത്. അവർക്ക് മരുന്നില്ലെങ്കിലും അവർക്ക് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകേണ്ട ഒരു കണ്ടീഷനായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതല്ല. ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഒക്കെ രൂപവും ഭാവവും എല്ലാം മാറി. ഇപ്പോൾ ഇന്ന് കാശുള്ള ആൾക്കാരൊക്കെ എത്ര വന്നിട്ട് വരി നിൽക്കുന്ന കാറും കൊണ്ടൊക്കെ വന്നിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ വന്ന് വരി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർക്ക് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കാശ് ചിലവാകാണ്ട് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും എന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നു. അതുകൊണ്ടാണ് വരുന്നത്. എന്തായാലും നമ്മളുടെ ആരോഗ്യരംഗം പുരോഗമിക്കട്ടെ, നമുക്കെല്ലാവർക്കും സന്തോഷിക്കാമല്ലോ. നമുക്കൊക്കെ വയസ്സായി തുടങ്ങി, വയസ്സായി എന്നല്ല വയസ്സാവണു. അപ്പോൾ വയസ്സായി വരുംതോറും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നല്ല ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറെ എവിടെയും പൈസ കൊടുത്ത് പോകേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെ നമ്മൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ ചെല്ലുമ്പോഴേ അതിൻ്റെ വിവരങ്ങൾ അറിയുള്ളൂ. എന്താ പറയുക, ചാക്കിൽ പൈസ കെട്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞ മാതിരത്തെ അവസ്ഥ അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആരോഗ്യരംഗം പുരോഗമിക്കുന്ന നമ്മളെല്ലാവർക്കും സന്തോഷത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണത്. നമ്മളുടെ അനുഭവം നമ്മൾ നോക്കിയാൽ മതി. നമ്മൾ രാഷ്ട്രീയപരമായിട്ടൊന്നും നോക്കണ്ട, രാഷ്ട്രീയ കുറ്റങ്ങളൊന്നും നമ്മൾ പറയണ്ട. ഞങ്ങളുടെ പറക്കളം ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ ഉണ്ടായിരുന്നത്. അവിടെ കെട്ടിടങ്ങളൊക്കെ ചോർന്നിട്ട് അങ്ങനെയുള്ളൊരു കെട്ടിടമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ഹോസ്പിറ്റലൊക്കെ എത്ര നല്ല ഹോസ്പിറ്റലായി. 3 ഡോക്ടർമാരൊക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ അവിടെ. ലേഡി ഡോക്ടർക്ക് ലേഡി ഡോക്ടർ, ജെൻസിൻ്റെ ഡോക്ടറൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്രയും പുരോഗമനം വന്നു തുടങ്ങി. പക്ഷേ എല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ചെയ്യുന്നതിൽ ചീത്ത ഉണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കുക. അപ്പോഴാണ് ആ നല്ലത് ചെയ്യാൻ, ആ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാർക്കൊരു ഊർജ്ജം കിട്ടുള്ളൂ. നമ്മൾ എന്നും രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇങ്ങനെ എന്നും ഈ തല്ലുകൂടി എന്താ പറയുക കുറ്റങ്ങൾ മാത്രം വിളിച്ചു പറഞ്ഞ് നടക്കുമ്പോൾ ഭാവിയിൽ ഇനിയും വരുന്ന തലമുറ കോൺഗ്രസ്സോ BJPയോ LDFോ ആരോ ഭരിക്കാൻ കയറുമ്പോൾ അവർക്കതൊരു പ്രചോദനം ഇല്ലാണ്ടാവുക ചെയ്യുക. നമ്മൾ ഈ ജനങ്ങളിങ്ങനെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. എന്തായാലും ഏത് രാഷ്ട്രീയമായാലും ഏതെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയം ഭരണത്തിൽ വരുമല്ലോ. അപ്പോൾ ആ ഭരണത്തിൽ വരുന്ന രാഷ്ട്രീയക്കാർക്ക് നല്ലപോലെ ഭരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജനങ്ങൾ നല്ലതിനെ നല്ലത് എന്ന് പറയണം. അപ്പോൾ അപ്പോഴാണ് അവർക്ക് ആ നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാൻ അവർക്ക് തോന്നും. മറ്റേത് നല്ല കാര്യങ്ങളൊന്നും നമ്മൾ മിണ്ടാതെ കണ്ട് ഈ ചീത്ത കാര്യങ്ങൾ മാത്രം പറയുമ്പോൾ അവർക്ക് ആ ജോലി, ആർക്കായാലും ആ ജോലി ചെയ്യാനൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ നല്ലതിനെ നല്ലതെന്ന് പറഞ്ഞ് പഠിക്കുക. ചീത്ത പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല.
ചീത്ത കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയണം, പക്ഷെ ചീത്ത മാത്രം നമ്മൾ പറയാനായിട്ട് നിൽക്കരുത്. ഓക്കെ, ഇതിൽ രാഷ്ട്രീയമൊന്നുമല്ല പറയണേ, എൻ്റെ മനസ്സിലുള്ളൊരു കാര്യം തോന്നി അത് പറഞ്ഞു, അത്ര മാത്രം കേട്ടോ. ഓക്കേ.